ഇന്ന് ഞാനൊരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിഷുക്കട്ട. നമ്മുടെ തൃശ്ശൂരൊക്കെ വിഷുവിൻ്റെ അന്ന് രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് വിഷുക്കട്ട. ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. മധുരമായിട്ട് ഉണ്ടാക്കാം, മധുരം ഇല്ലാതെ ഉണ്ടാക്കാം. ഞാനിവിടെ മധുരമില്ലാത്ത വേർഷനാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ വിഷുക്കട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഉണക്കലരി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. 8 ഗ്ലാസോളം 2ാം പാൽ ഉണ്ടാവും ഇത്. അതേപോലെ തന്നെ 2 ഗ്ലാസോളം നല്ല കട്ടി തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിട്ടുള്ളത്. നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് അരി ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നന്നായിട്ട് വേവാനായിട്ട്. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കട്ട പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ ഒരു 90% നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ 1ാം പാൽ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ 1ാം പാൽ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ഈ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലരൊക്കെ ഈ പാകത്തിന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളത് മാറ്റി വയ്ക്കാറുണ്ട്. ബട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇത് ഇളക്കി ഇതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാകുമ്പോഴാണ് ശരിക്കും വിഷുക്കട്ടയുടെ കറക്റ്റ് പരുവം എന്ന് പറയാം. ഇപ്പോൾ കണ്ടോ, പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വിഷുക്കട്ടയുടെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വിഷുക്കട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പം നല്ല പീസായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷുക്കട്ടയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി കൂട്ടി കഴിക്കാം, അതേപോലെ തന്നെ പഞ്ചസാര കൂട്ടി കഴിക്കാം. ചിലർ ഉണ്ടാക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുക. ഞങ്ങളിത് പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കറിയുടെ ഒപ്പമാണ് കഴിക്കുന്നത്. വിഷു സ്പെഷ്യൽ മാങ്ങാക്കറിയുടെ ഒപ്പമാണ് ഞങ്ങളിത് സ്ഥിരമായിട്ട് വിഷുവിൻ്റെ അന്ന് രാവിലെ കഴിക്കാറ്. അപ്പോൾ ആ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും കാണണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്